ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എസ്റ്റില ഗായ്സ്. നമുക്ക് എനിക്ക് വളരെ വിഷമമുള്ള ഒരു ദിവസമാണ് ഗായ്സ്. വി ആർ അണ്ടർ ഇൻ സോംബി അക്കോലിപ്സ് ഗായ്സ്. മൊത്തത്തിൽ തെന്നിരിക്കണം. നമ്മൾ ഡിഫൻസറൊക്കെ എടുത്ത് വീട്ടിൻ്റെ അകത്ത് ഗായ്സ്. നിങ്ങൾ കാണുമല്ലോ, എൻ്റെ ഇന്നലെ ലോട്ടറി അടിച്ചില്ല, ഒന്നും വണ്ടി ഇതൊക്കെ ഞാൻ എൻ്റെ സീക്രട്ട് സ്പോട്ടിൽ കൊണ്ട് വെച്ചേക്കാണ് ഗായ്സ്. അത് സോംബി അക്കോലിപ്സ് ആയിട്ടൊന്നും എടുക്കാതിരിക്കണം. മൊത്തത്തിൽ പറ്റിയിരിക്കുന്നു. ആദ്യമല്ലേ ഫുള്ള് ഏരിയ ഒന്ന് ചെക്ക് ചെയ്തിട്ട് രാഹുലിനെ പോയി വിളിക്കാം. രാഹുൽ അടപ്പനാണോ അവനങ്ങാൻ പറയണല്ലോ. ഓ ഗൈസ്, ഗൈസ് ഫുള്ളി സോംബി അക്കോലിപ്സാണ് ഗൈസ് നടക്കുന്നത്. എല്ലാവരും സോംബീസുണ്ട് ഗൈസ്. സിനിന്ദ്രിയും ഗൈസിന് ഹെലികോപ്റ്റർ ഇവിടെ കാണും. എയർപോർട്ടിൽ കാണും പറഞ്ഞാൽ അതുപോലെ എടുക്കാം നമുക്ക്. മൊത്തത്തിന് ചുറ്റിപ്പറ്റിട്ടൊക്കെ പക്ഷേ ഇപ്പം ഞാൻ രാഹുലിനെ വിളിക്കാൻ പോകത്തെന്നാണ് ഈ വൈക്കുന്നുണ്ട് കിടക്കുന്നത്. എല്ലാം എടുത്തായിരുന്നു. ഈ പോയി ഡിഫൻഡർ ഈ കാറാക്കി നിഞ്ച കയറ്റി അങ്ങ് വെച്ചിട്ടില്ലേ. ഡിഫൻഡറിനെ എങ്ങനെ മണ്ട കയറ്റും? അതൊക്കെ ഉണ്ട് കേസ്. അതൊക്കെ നമുക്ക് കയറ്റാം മണ്ടയിൽ, എങ്ങനെയെങ്കിലൊക്കെ കയറ്റാം. ഓ മൈ ഗോഡ്. അങ്ങനെ നമ്മൾ വീട്ടിൽ ഗൈസ്. ചെറിയ സൗണ്ടൊക്കെ കേൾക്കും ഗൈസ്, ശ്രദ്ധിക്കണ്ട. നെഞ്ചങ്ങ് കയറ്റി വയ്ക്കുക. നമുക്ക് നമ്മളെ വീടിൻ്റെ വണ്ടിയിൽ തന്നെ സെറ്റപ്പ് ഉണ്ടാക്കാം. ഇവിടെയൊക്കെ ഞാൻ ഫുള്ളി ലാൻഡ്മാനല്ല സ്റ്റിക്കി ബോംബ് ഒട്ടിച്ച് വെച്ചേക്കുന്നത് ഗൈസ്. ഈ കാസാക്കി അങ്ങ് മണ്ട കയറ്റി വെച്ചാൽ നോക്കല്ലേ കയറാൻ തോന്നി. അതാണ് ഗൈസ് കുറച്ച് സേഫ്. കയറി ഗൈസ്, സുഖമായിട്ട് കയറിയുണ്ട്. നമുക്ക് ആവശ്യമുള്ള കാര്യം കയറി നമുക്ക് ഇറങ്ങി കളയാം. ബൈക്ക് കൂടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്ത നമ്മളെ ഡിഫൻസറും കൊണ്ട് രാഹുലിനെ പോയി വിളിക്കും. സ്ലോ മോഷൻ. രാഹുൽ ഇവിടെ കാണാമെന്തോ. സോഹിത്ത് ഉണ്ടെങ്കിൽ സോഹിത്തിനെ വിളിക്കണം. സോഹിത്ത് വെച്ച് ചിറങ്ങി എവിടെ പോയി അല്ല എവിടെയാണ് എവിടെ ഇത് പോകാതെ പോയില്ലേ. ഇവിടെ കാണാം. പിന്നെ ഈ ബാക്കി എല്ലാ ചിക്കി ബോംബ് എൻ്റെ വണ്ടി പറ്റി. വി ആർ കുക്ക്ഡ് ഗൈസ്. എന്തായാലും ഞാൻ ഓണാക്കിയല്ലേ പൊട്ടോ. ഗൈസ് ഫുള്ളി തേഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഞാൻ എന്തിനു ചെയ്യും? കൈകൊണ്ട് ഓടിയാലോ ഗൈസ്. ഓക്കെ AK-47 അമ്മാ വേടാ ഓട ഗൈസ്. വി ആർ അണ്ടർ. എല്ലാണ്ണവും കൂടി വരല്ലേ. Guys, we are cooked guys. We are very cooked guys now. Shortcut വഴിയുണ്ടോ? പോടാ. ഇത് പോടാ ഇറങ്ങി. ഇത് എവിടെ നിന്നൊക്കെയാണോ നീയൊക്കെ പറഞ്ഞത്? അനിയാ
വീണ്ടും തീർ വീണ്ടും തീർ വീണ്ടും തീർ വീണ്ടും തീർ. ചത്ത് 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 രക്ഷപ്പെട്ട് അതെ കൊന്നിട്ടുണ്ട്. എൻ്റെ ഡിഫൻഡറും കൂടെ ഇരുന്ന് പൊട്ടി ഗൈസ്. ജീവൻ പെട്ടിരിക്കുകയാണ് ഗൈസ്. ഏതെങ്കിലും വഴി ഒന്നെങ്കിൽ എൻ്റെ കാവാസാക്കി എടുക്കണം. ഇനി ഒരു മാർഗ്ഗമേ ഉള്ളൂ, കാവാസാക്കി എടുക്കണം. ഇനി ആകെയുള്ളൊരു മാർഗം ഗൈസ് കാവാസാക്കി എടുക്കുക. അയ്യോ പെട്ട only one മാർഗം കാവാസാക്കി. ഇതിൽ അവനെ എവിടെ ഇരുത്തിക്കൊണ്ട് വരുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവൻ ഇരിക്കുക പോലും ഇല്ല. അവൻ്റെ പിന്നെ തോക്കുള്ളതുകൊണ്ട് അവൻ ചത്ത് കാണൂലേ. ചിലപ്പോൾ സോയിത്തും കാണും കൂടെ. അവിടെ എവിടെയെങ്കിലും സ്റ്റേഷനിലൊരു പകാനിയോ വല്ലതും കാണുമായിരിക്കും. അന്ന് പ്രദീപ് സാറിൻ്റെ വണ്ടി എടുത്തിട്ട് പോയില്ലെന്നാണെന്നൊക്കെ തോന്നുന്നു. ആണോ മക്കളെ, മറപ്പിക്കാം. കൂടെ ആരത്തിൻ കൂടെ വേറെ എൻ്റെ പൊന്നെ സോംബി അറ്റാക്ക് പ്ലീസാ. എൻ്റെ മോനെ സോംബി അറ്റാക്ക് ഉണ്ടായിട്ടും തീരുന്നില്ല. നീ ഇത്രയും കൂളായിട്ട് നിൽക്കുന്നതാടാ, എങ്ങനെയാടാ അറിയാൻ സാധിക്കണം നിനക്ക്? Oh my god, we are good guys. Shit, തോക്കറാ എണീറാ അളിയാ എണീ. ഊട് വെടി വെയ്. അങ്ങോട്ട് കയറിയിരിക്കാം ഗൈസ്. രക്ഷോട്ട് ഗൈസ്. ഇവിടെ കൊണ്ട് അവിടെ ഒരു പകാനി കിടക്കുന്നു ഗൈസ്. അല്ല അവിടെ ഒരു പകാനി കിടക്കുന്നുണ്ട്, അത് പോയി എടുക്കാം ഗൈസ്. പകാനിയല്ല, എൻ്റെ ഫോർച്യൂണറാണെന്ന് തോന്നുന്നു. ഇവിടെ ഫോർച്യൂണർ എന്തോ കിടക്കുന്നുണ്ടായിരുന്നു. അതായത് അപ്പം നമ്മൾ വണ്ടി എടുത്തിരിക്കുകയാണ്. രാഹുലേ എന്തോ സാറേ നീ ആരെ പേടിക്കുന്നത്? ഞാനല്ലേ ഇവിടെ ഇരിക്കണേ. എല്ലാത്തിനെയും ഇടിച്ച് മാറ്റി പല സാറിൻ്റെ കൂടെ വന്ന് എന്നെ അടിക്കണം ആദ്യം. ഞങ്ങളെ മര്യാദയ്ക്ക് നിൽക്കുമായിരുന്നു. അന്ന് ആരെ കാണാൻ ഇവിടെ നിൽക്കുമായിരുന്നു. രാഹുലേ സാറെ മര്യാദയ്ക്ക് ഓട്ടിയത് സാറെ വണ്ടി. ഇതൊക്കെയല്ലേടാ ഒരു ഫണ്ണ്. അയ്യാ അത് സോംബി അക്കലിപ്സിൽ തന്നെ സാറിന് ഫണ്ണ് ചെയ്യണമല്ലേ. ആ വണ്ടി മൊത്തത്തിൽ സാറേ അത് വല്ലാത്ത പണിയായി പോട്ടായിരുന്നു. നീ അടങ്ങടാ. തൽക്കാലം ഞാൻ ഇതിനെ തന്നെ ഇടിച്ച് മാറ്റണമെന്ന് എനിക്ക് പോലും അറിഞ്ഞില്ല. നീ കണ്ട ഞാൻ മരമൊക്കെ ഇടിച്ചെടുത്തോണ്ടാണ് പോണ. ഫോർച്യൂണറാണ്, JCB ഒന്നും അല്ല. അപ്പോൾ നമുക്ക് എൻ്റെ വീട്ടിലോട്ട് അല്ല മറ്റേ ഇവിടെ പോവാം, എയർപോർട്ടിൽ. എയർപോർട്ടാ കണ്ടാടാ. ഞാനൊരു പാപം ആണ് ഗൈസ്. ഈ ലോകത്തിനെ ഞാൻ രക്ഷിക്കും. ഞാനൊരു പാവം.
ചോറക്കള പിടിച്ചിരുന്നു. ഓ സാറേ, അയ്യോ സാറേ, അമ്മേ സാറേ മര്യാദക്കൊക്കെ ഓട്ടിയത് സാർ. പിന്നെ ഞാൻ സോംബി വരാറത്തില്ലേ, അതിൽ ഞാൻ തൊഴുതല്ലേ തലോടിക്കാടാ. സോറി സാറേ. ഇവിടെ തൽക്കാലം ഞാൻ പോയി ഹെലികോപ്റ്റർ. ഹലോ ഗായ്സ്, അപ്പം ഹെലികോപ്റ്റർ എടുത്തിട്ട് എടാ രാവിലെ പോട്ടാ. ഓ സാറേ, പെട്ടെന്ന് പോ. ഹെലികോപ്റ്റർ എടുത്തിട്ടുണ്ട്. ഇത് മാത്രമേ ഉള്ളതാണ് ആകെ ഒരു നമ്മളെ ഇത് പോലീസ് സ്റ്റേഷൻ കണ്ട് സാറേ. എനിക്ക് പേടിയാവണ് സാറേ. രാഹുൽ ഇങ്ങനെ പേടിക്കല്ലേടാ സാർ. പിന്നെ ഞാൻ സോംബി അപ്പോക്കലിപ്സ് വരാൻ പേടിക്കാതെ പിന്നെ ചിരിച്ചോണ്ടിരിക്കണോ സാർ? എന്നാ ശരിയെന്നാ രാഹുലേ. എന്ത് സാറ്, എനിക്ക് കരച്ചിലായിരുന്നു സാർ. നീ നിൻ്റെ ഇങ്ങനെ പേടിക്കണേ? ഞാൻ ഇല്ലേ, അതാണ് സാർ എൻ്റെ ഏറ്റവും വലിയ പേടി. ഓടാനാണ് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും സാർ? ഞാൻ സാറിൻ്റെ അവിടെ ഇത്രയും നേരം നിന്നിട്ട് സാറ് എന്നെ ഇങ്ങനെ പറയൂ. എനിക്ക് വിഷമമായി. മിണ്ടാറ, ഈ സമയത്താണ് നീ വിഷമിക്കണമായിരുന്നു. ഈ സമയത്താണ് നമ്മൾ റിയലായിട്ട് ആണാണുള്ള സമയം. ഇത്ര നാൾ നമ്മൾ ആണല്ലായിരുന്നോ സാർ? ഒന്നും മിണ്ടായിറ. ഞാൻ വല്ലോ പറഞ്ഞ നീ എന്നെ ഇട്ട് ഊക്കാൻ ചുമ്മാ ഇടുന്നു. വണ്ടി ലാൻഡാവല്ല, അവന് ഞാൻ തരും സാർ. ഒന്നും ചെയ്യണ്ട, എന്തായാലും. അപ്പോൾ ഗായ്സ്, നീ ഇവിടെ തന്നെ ഇരുന്നോ? ഓ സാറേ, ഞാൻ അവിടെ തന്നെ കാണും സാർ. അല്ല അപ്പോൾ ഗായ്സ്, ഞാൻ അവനെ ഷൂട്ട് ചെയ്യാം. നീ അവിടെ തന്നെ കാണണേ. ഓ സാറേ, ബസൂക്ക വെച്ചിട്ട് രണ്ടെണ്ണം നോക്ക്. രണ്ടെണ്ണം തീർന്നു. ഇവിടെ ഗേറ്റ് ഡോറിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് നീരാടുന്നു. ഇവിടെ നമുക്ക് അങ്ങോട്ട് ഒരു പിടിക്കാം. നാടിനെ രക്ഷിക്കും ഞാൻ, എസ്റ്റിയിലൊക്കെ രക്ഷിക്കും, നാടിനെ രക്ഷിക്കും. നടന്ന തന്നെ സാറേ. നിങ്ങൾ രക്ഷിക്കുമോ? എനിക്കൊന്നുമില്ല, നിങ്ങൾ രക്ഷിക്കും. അപ്പോൾ ബസൂക്ക് എടുത്ത് ഹെലികോപ്റ്റർ അടിക്കണോ? വേണ്ട സാർ, ഞാൻ ഉണ്ടായിരിക്കും അവിടെ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ഇതിൻ്റെ അടുത്ത പാർട്ട് 2 ഉടനെ വരുന്നതാണ്. ഉടനെ അല്ല, നാളെ വരുന്നതാണ്. ബൈ. രാഹുലെ ബായ് പറയടാ എല്ലാവരുടെ അടുത്തും. ബൈ ഗായ്സ്.